പത്രവാർത്താസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ജൂൺ 2 ഞാൻ മരിയ, എന്നോടൊപ്പം ഉള്ളത് അതുൽ. അപ്പൊ ഇന്ന് നമ്മുടെ പത്രങ്ങളിലെല്ലാം മെയിൻ ആയിട്ടുള്ള ഒരു വാർത്ത എന്ന് പറയുന്നത് പ്രവേശനോത്സവം തന്നെയാണ്. അപ്പം ജൂൺ 1 കുട്ടികളൊക്കെ 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സ്കൂളിലേക്കൊക്കെ പോയി. ഒരുപാട് കൗതുകരമായ കാഴ്ചകൾ കാണാൻ കഴിഞ്ഞു. ഒരുപാട് പേര് കരയുന്നതും അതുപോലെ തന്നെ സന്തോഷത്തോടെയൊക്കെ പോകുന്ന പല വിഭാഗം കുട്ടികളെയാണ് നമുക്ക് ഇന്നലെ കാണാൻ കഴിഞ്ഞത്. അപ്പൊ അതൊക്കെയാണ് മെയിനായിട്ട് പത്രത്തിനകത്ത് കൊടുത്തേക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത്. അതെ, ഇന്നലെ കുട്ടികളെല്ലാം 2 മാസത്തെ അവധിയൊക്കെ കഴിഞ്ഞ് വളരെ കുറച്ചു പേർക്ക് സങ്കടമായി കാണും, കുറച്ചു പേർക്ക് പുതിയതായിട്ട് ചേരാൻ പോകുന്ന കുട്ടികളും ഉണ്ടല്ലോ. അതെ, അവരൊക്കെ ഒരുപാട് കരയുന്ന കുറെ ഇന്നലെ ഫുള്ള് ട്രെൻഡിങ്. അതെ 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 കുട്ടികളുടെ കരച്ചിലും ഇതൊക്കെ ആയിരുന്നു ഇന്നലത്തെ ട്രെൻഡിങ് വിഷയങ്ങളെന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും എല്ലാ കുട്ടികൾക്കും അല്ലേ നമുക്ക് ആശംസകൾ നേരാം. അവരുടെ അധ്യയന വർഷം നല്ല കളറാവട്ടെ. ഈ മറ്റൊരു പ്രധാനപ്പെട്ട, അതായത് കേരള കൗമുദി ഫ്രണ്ട് പേജിൽ തന്നെ കൊടുത്തേക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് കുടുങ്ങാനുണ്ട് ലഹരി മാഫിയ വൻസ്രാവുകൾ. അപ്പം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നേതൃത്വത്തില് വൻ രീതിയിലുള്ള അഴിച്ചുപണികൾ ആഭ്യന്തര വകുപ്പിൽ നടക്കും നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഓപ്പറേഷൻ തുഫാൻ ഇന്ന് തുടക്കം. അന്യസംസ്ഥാനങ്ങളിലെ ലാബുകളിൽ നിർമ്മിച്ച് കേരളത്തിലേക്ക് രാസലഹരി ഒഴുക്കുന്ന മാഫിയകളെ നയിക്കുന്ന വൻ സ്രാവുകൾ, യുവാക്കളെയും വിദ്യാർത്ഥികളെയും അക്രമികളുമാക്കുന്ന ഇവരെ ഉൾപ്പെടെ പൂട്ടാനുള്ള ഓപ്പറേഷൻ തുഫാൻ ഇന്ന് തുടക്കമാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലും ഓൺലൈനിലും ഓർഡർ നൽകിയാൽ അതീവ രഹസ്യമായി രാസലഹരി കിട്ടും. അതായത് സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ ഓർഡർ നൽകി അതീവ രഹസ്യമായിട്ട് ഇതുപോലെ ലഹരി ഉപയോഗിക്കുന്ന ഒരുപാട് വിഭാഗം കുട്ടികൾ നമുക്കിടയിലുണ്ട്. അപ്പം അവർക്കെല്ലാം, അതായത് കുട്ടികളെ വിദ്യാർത്ഥികളെ ഉൾപ്പെടെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഓപ്പറേഷൻ തുഫാന് തുടക്കമായിരിക്കുന്നത്. അപ്പം അത് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ, സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ ലഹരി എന്ന് പറയുന്നത് ഇപ്പോ മറ്റു എല്ലാ സാധനങ്ങളെയും പോലെ ഒരു സുലഭമായ ഒന്നായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പം നമ്മള് വിദ്യാർത്ഥികളായിക്കോട്ടെ അല്ലെങ്കിൽ മുതിർന്നവരായിക്കോട്ടെ, അങ്ങനെ പ്രായഭേദമന്യേ ഇല്ലാതെ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയുന്നിടത്ത് ലഹരി എത്തിച്ചു കൊടുക്കാനുള്ള ആളുകൾ ഉണ്ടെന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം ലഹരി അത്രയും അവൈലബിൾ ആയിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. പൈസക്ക് വേണ്ടിയിട്ട് ഇപ്പൊ സാധാരണ കുടുംബത്തിലെ ആൾക്കാരാണെങ്കിൽ ഈ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മോഷ്ടിക്കുക, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ പോകുമ്പോൾ അത് വേറൊരു ക്രിമിനൽ കേസായി മാറുകയും അവരുടെ ഭാവി തന്നെ ഇല്ലാതാകുന്ന ഒരു സാഹചര്യം നമ്മൾ പണ്ട് മുതലേ കണ്ടുവന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഇപ്പോഴാണെങ്കിൽ കുട്ടികൾക്ക് അറിയാം, നമുക്കറിയാം, ഭയങ്കര വാശിയാണ്. ഇപ്പൊ വീട്ടുകാരെന്തെങ്കിലും ഫോൺ കൊടുത്തില്ലെങ്കിൽ പോലും ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അത്തരത്തിൽ നോക്കുമ്പോഴത്തേക്കും ഇന്നത്തെ കാലത്ത് ലഹരി എന്ന് പറയുന്നത് സുലഭമായിട്ട് ലഭിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾ നടത്തിയാൽ മാത്രമേ ഉള്ളൂ അതിലേക്ക് ഒരു നിയന്ത്രിച്ചൊരു കൺട്രോളിൽ കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. എന്തായാലും അതിനെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ എടുക്കട്ടെ എന്നുള്ളതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ മറ്റൊരു വാർത്ത എന്ന് വരുന്നത് മാതൃഭൂമിയിൽ, മലയാള മനോരമയിൽ കൊടുത്തിട്ടുള്ളതാണ്. അദ്ദേഹത്തോടുള്ള ചോദ്യവേള പരിപാടിയിലാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞത്. അതായത് വരുന്നത് ശക്തമായ ലഹരിവേട്ട തന്നെയാണ്. അതായത് മുൻ സർക്കാർ നടപ്പിലാക്കിയ ഫണ്ട് ഉദ്ദേശിച്ച ഫലം ചെയ്തില്ലെന്നും രമേശ് ചെന്നിത്തല രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. കാരണം അതുകൊണ്ടാണ് ഇപ്പോഴും ലഹരി കേരളത്തിൽ സുലഭമായി തുടരുന്നത് എന്നുള്ള ഒരു നിർഭാഗ്യകരമായ വാർത്തയാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ ഓപ്പറേഷൻ തുഫാന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിൽ ലഹരി മരുന്നിന്റെ വ്യാപനം വളരെ വലുതാണ്. ലഹരി ഉപയോഗിക്കുന്നവർ, വിൽക്കുന്നവർ എന്നിവരുടെ എണ്ണം വർദ്ധിക്കുന്നു. ലഹരി മരുന്ന് എവിടെ നിന്ന് വരുന്നതിനെ കുറിച്ച് വ്യക്തതയില്ല. ലഹരി മരുന്നിന്റെ വേര് അറക്കുക എന്ന ദൗത്യമാണ് ഇന്ന് ആരംഭിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും. എല്ലാ ജില്ലകളിലും ടീം ഉണ്ടാകും. നിലവിൽ ജില്ലയിൽ നാർക്കോട്ടിക്സ് സെൽ ഡിവൈഎസ്പിമാരുണ്ട്. അവരുടെ ടീം ശക്തിപ്പെടുത്തും. വൻതോതിലുള്ള ലഹരി വേട്ടയായിരിക്കും നടക്കുക എന്നുള്ളതാണ്. അപ്പം എന്തായാലും വളരെ ശക്തമായിട്ടുള്ള ഒരു ഓപ്പറേഷൻ തന്നെയാണ് ഇനി നടക്കാൻ പോകുന്നത്. അപ്പം ഈ ഒരു ഓപ്പറേഷന്റെ ആദ്യ ഘട്ടത്തിലൂടെ തന്നെ കേരളത്തിലെ ഒട്ടുമിക്ക ലഹരി മാഫിയകളെയും തുടച്ചു നീക്കാൻ അവർക്ക് കഴിയട്ടെ എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഇനി മറ്റൊരു പ്രധാന വാർത്ത കേരള കൗമുദി തന്നെ ഫ്രണ്ട് പേജിൽ കൊടുത്തേക്കുന്നത് പ്രവേശനോത്സവ ദിനത്തിൽ സ്കൂൾ കെട്ടിടം തകർന്നു. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, കുട്ടികളെല്ലാം സന്തോഷത്തോടെ അതുപോലെ സങ്കടത്തോടെയൊക്കെ നമ്മൾ പ്രവേശനോത്സവത്തെ വരവേറ്റു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് സ്കൂൾ കെട്ടിടം തകർന്നു. അതായത് അറ്റകുറ്റപ്പണി നടത്തിയിട്ട് 1 വർഷമേ ആയിട്ടുള്ളൂ. 1 വർഷം മുമ്പ് അറ്റകുറ്റപ്പണി നടത്തി സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര പ്രവേശനോത്സവ ദിനത്തിൽ തകർന്നു വീണു. ജീവനക്കാർ പുറത്തിറങ്ങിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു സംഭവം. അതിനാൽ വൻ അപകടം ഒഴിവായി. അതായത് ഇന്നലെ വൈകിട്ട് 5:15 സംഭവം. 18 ജീവനക്കാരുള്ള ഓഫീസിൽ ഇന്നലെ വൈകിട്ട് 9 പേരാണ് ഉണ്ടായിരുന്നത്. ഇവർ പുറത്തിറങ്ങി ഗേറ്റിനടുത്ത് എത്തിയപ്പോഴാണ് വലിയ ശബ്ദത്തോടെ ഓടിട്ട മേൽക്കൂര തകർന്നു വീണത്.
അപ്പം അട്ടകുളങ്ങര ഗവൺമെന്റ് സെൻട്രൽ സ്കൂൾ വളപ്പിലെ സമഗ്ര ശിക്ഷ കേരളം ജില്ലാ ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടമാണ് നിലം പതിച്ചത്. അപ്പം ഇതൊക്കെ ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം കുട്ടികളോ അങ്ങനെ എന്തെങ്കിലും ആൾക്കാരുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു അപകടം ഉണ്ടാകേണ്ട സാഹചര്യമാണ് ഇപ്പൊ മാറിയത്. കാരണം ഇത് കുട്ടികളുടെ ജീവൻ ആണ് സ്കൂളുകൾ എന്ന് പറയുന്നത്. ഇപ്പം സ്കൂളുകളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് മറ്റെല്ലാത്തിനേക്കാളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് വേണം പറയാൻ. കാരണം ഇത് നമ്മൾ കുട്ടികളുടെ ജീവൻ വെച്ച് ഒരിക്കലും നമ്മൾ ഇതുപോലെയുള്ള അല്ലെ പരീക്ഷണങ്ങൾക്ക് തയ്യാറാവരുതെന്നുള്ളതാണ്. സ്കൂൾ കെട്ടിടങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ പുനഃപരിശോധിക്കണം. അവയുടെ ഉറപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ ഇനി നടത്താനുണ്ടോ എന്നൊക്കെ കൃത്യമായി പരിശോധിച്ച് അതൊക്കെ നടത്തിയിട്ട് വേണം പ്രവേശനോത്സവം നടത്താൻ. കാരണം ഇതിപ്പം അവര് പുറത്തിറങ്ങിയ സമയത്തായതുകൊണ്ട് അപകടം ഒഴിവായി. അത് വെറും ഭാഗ്യം കൊണ്ട് വേണമെന്ന് പറയാൻ. ഇല്ലായിരുന്നെങ്കിൽ വലിയ അപകടം തന്നെ ഈ ഒരു പ്രവേശനോത്സവം നമ്മൾ സന്തോഷത്തോടെ തുടങ്ങേണ്ട ഒരു പരിപാടിക്ക് നമ്മൾ ദുഃഖത്തോടെ അല്ലെ തുടങ്ങേണ്ടി വന്നേനെ. എന്തായാലും അത് വളരെ കൂടുതൽ ജാഗ്രതയോടെ അതിനുള്ള നടപടികൾ സ്വീകരിക്കണം. കേരളം നമ്മൾ മറ്റുള്ള ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെക്കാളൊക്കെ വിദ്യാഭ്യാസ തലത്തിൽ മുന്നിട്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോഴും വിദ്യാഭ്യാസം നടപ്പിലാക്കാനുള്ള ഇത്തരത്തിലുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങളിൽ നമ്മൾ ഉഴപ്പ് കാണിക്കരുത് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇനി മറ്റൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ CBSE പുനർമൂല്യനിർണയ പോർട്ടൽ നിശ്ചലമായിട്ടുള്ള അതാണ് മെയിൻ മലയാള മനോരമയിലെ ഒരു മെയിൻ വാർത്ത എന്ന് പറയുന്നത്. കൊല്ല എന്നുള്ള ഒരു തലക്കെട്ടോട് കൂടിയാണ് ഈ ഒരു മെയിൻ വാർത്ത കൊടുത്തിരിക്കുന്നത്. അതായത് അപേക്ഷ നൽകാനാകാതെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പൊറുതിമുട്ടി, വിലക്ക് പട്ടികയിലുള്ള കമ്പനിക്ക് കരാർ കൊടുത്തു, വിശദീകരണം തേടി കേന്ദ്രം എന്നുള്ളതാണ്. അതായത് 12ാം ക്ലാസ് പരീക്ഷാ നടപടികളിൽ വിദ്യാർത്ഥികളുടെ ക്ഷമ പരീക്ഷിച്ച് CBSE കൂട്ടക്കളി തുടരുന്നു. പുനർമൂല്യനിർണയത്തിന് അപേക്ഷ നൽകാൻ പുലർച്ചെ മുതൽ കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കാനായില്ല. സാങ്കേതിക തകരാറാണെന്നും പ്രശ്നം ഉടൻ പരിഹരിക്കുമെന്നുള്ള പതിവ് പല്ലവി CBSE ആവർത്തിച്ചു. IIT കാൻപൂർ ആണ് സാങ്കേതിക തകരാറുകൾ പരിശോധിക്കുന്നത്. പരീക്ഷ എഴുതിയ 17 ലക്ഷം വിദ്യാർത്ഥികളിൽ 4 ലക്ഷത്തിലേറെ പേരും മാർക്ക് കുറഞ്ഞതിനാൽ ഉത്തരക്കടലാസിന്റെ പകർപ്പ് പരിശോധനയ്ക്കായി വാങ്ങിയിരുന്നു. ഉത്തരക്കടലാസുകളുടെ സ്കാനിങ്ങിലെ പിഴവ് വ്യക്തമായതോടെ ഇവരെല്ലാം പുനർമൂല്യനിർണയത്തിന് അപേക്ഷ നൽകുമെന്നും സൂചനയുണ്ടായിട്ടും കുറ്റമറ്റ സംവിധാനം ഒരുക്കിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും അല്ലേ കുറെ വിദ്യാർത്ഥികൾ അവരുടെ കഷ്ടപ്പാടിനൊന്നും യാതൊരുവിധ വില ഇത് പണ്ട് തൊട്ടേ കേൾക്കുന്ന ഒരു പ്രശ്നമാണ് ഇതിനകത്തുള്ള അഴിമതി കഥകൾ. അപ്പം അത്തരത്തിൽ അതിന് എന്തെങ്കിലും ഒരു കൃത്യമായ ഒരു നടപടി വേണം. കാരണം അത്രയും കഷ്ടപ്പെട്ടാണ് അവർ പരീക്ഷ എഴുതുന്നതും അതിനായിട്ട് തയ്യാറെടുക്കുന്നതും. സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഏകൊരു ആശ്രയം ഇത്തരത്തിലുള്ള പരീക്ഷകളാണ്. അതായത് ഇപ്പം വിദ്യാർത്ഥികൾ പഠിക്കാത്തത് കൊണ്ടാണ് മാർക്ക് കുറയുന്നത്, അല്ലെങ്കിൽ അതുകൊണ്ടാണ് അവർ ജീവിതത്തിൽ മുന്നേറാത്തത് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഇത്തരത്തിൽ പരീക്ഷ നടത്തുന്നവർ തന്നെ ഇത്തരത്തിൽ പിഴവ് കാണിക്കുമ്പോൾ അതും അവരുടെ ഭാവിയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതൊരിക്കലും നമ്മളൊരു ഒരു CBSE പോലെയുള്ള ഒരു ഇത്രയും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള അല്ലെ ഒരു വിദ്യാഭ്യാസം മേഖലയിൽ നിന്ന് ഇത്തരത്തിലുള്ള പിഴവുകൾ ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്തതാണ്. തീർച്ചയായിട്ടും ഇതിനെതിരെ നടപടിയെടുക്കണം. അതുപോലെ തന്നെ വിലക്ക് പട്ടികയിലുള്ള കമ്പനിക്കാണ് ഈ വെബ്സൈറ്റ് നിർമ്മിക്കാൻ കരാർ കൊടുത്തതെന്നാണ്. അപ്പം വിലക്ക് പട്ടികയിലുള്ള കമ്പനിക്ക് എന്തുകൊണ്ടാണ് വെബ്സൈറ്റ് അല്ലെങ്കിൽ അതിനും അനുബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കരാർ കൊടുക്കുന്നത് എന്നുള്ളത് വളരെ അല്ലെ ഒരു വലിയ ചോദ്യം തന്നെയാണ്. അതെ, എന്തോ ഒരു അഴിമതി, ഒരു മാൽപ്രാക്ടീസ് അതിനിടയിൽ നടന്നിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തമാണ്. അപ്പം അതിനെന്തായാലും കേന്ദ്രം വിശദീകരണം തേടിയിട്ടുണ്ട്. അപ്പോൾ ആ വിശദീകരണം കൃത്യമായിട്ട് കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അതിനെതിരെ കൃത്യമായിട്ടുള്ള നടപടികൾ എടുക്കട്ടെ എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഇനി മറ്റൊരു, അതായത് മാതൃഭൂമിയിൽ ഫ്രണ്ട് പേജിൽ തന്നെ കൊടുത്തേക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു വാർത്ത എന്ന് പറയുന്നത് വീണ്ടും ഗ്യാസ് ബോംബ്. നമുക്കറിയാം ഇങ്ങനെ ഇത് വാണിജ്യ സിലിണ്ടറിന്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം 4 മാസത്തിനിടെ കൂടിയത് 1422 രൂപയാണ്. അപ്പോൾ ഹോട്ടലുകൾ ഉൾപ്പെടെ ചെറുകിട ബിസിനസ്സുകാരെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി വാണിജ്യ LPG വീണ്ടും കുതിക്കുന്നു. ജനുവരിയിൽ 1691.50 രൂപയുണ്ടായിരുന്ന വാണിജ്യ സിലിണ്ടറിന് 42 രൂപ കൂടി വർദ്ധിപ്പിച്ചതോടെ ഡൽഹിയിൽ 3113.50 രൂപയായി. 4 മാസത്തിനിടെ കൂടിയത് 1422 രൂപ. അപ്പം 3133 രൂപയാണ് കൊച്ചിയിലെ പുതുക്കിയ വില. അപ്പൊ തിരുവനന്തപുരത്ത് 3152, കോഴിക്കോട് 3163.5 എന്നിങ്ങനെയാണ് നിരക്ക്. അപ്പൊ ഇതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം ഇപ്പൊ വർധനവിന്റെ ഒരു ലിസ്റ്റ് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ജനുവരി 1-ന് 1691.50 ആയിരുന്നു. ഫെബ്രുവരി 2 ആയപ്പോൾ അത് 1740.50 ആയി. മാർച്ച് ആയപ്പം 1782.5.
ഏപ്രിൽ 1 2078, മെയ് 2 3071, ഇപ്പൊ മെയ് 31 ആകുമ്പോൾ 3113. അപ്പൊ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഒരു 4 മാസത്തിനിടെ കൂടിയത് 1422 രൂപയാണ്. അപ്പം ഹോട്ടലുകളെ സംബന്ധിച്ച് അത് വലിയൊരു പ്രതിസന്ധിയാണ്. കാരണം അവർക്ക് മുന്നോട്ട്, അതായത് ജനുവരി 1 1698 രൂപ എന്നുള്ളതാണ്, ജൂൺ ആകുമ്പോൾ 3000, അത്രയും കൂടി. അത് വളരെ വലിയ രീതിയിൽ തന്നെ ഹോട്ടലുകളെയും അതിനോടനുബന്ധിച്ചുള്ള വാണിജ്യ സ്ഥാപനങ്ങളെയും ബാധിക്കുമെന്ന് ഉറപ്പാണ്. നമ്മൾ ഗാർഹികമായിട്ട് ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ സാധാരണ വീടുകളിലുള്ള ഗ്യാസ് സിലിണ്ടറുകൾ അത്രയും വില കൂടിയിട്ടില്ലെങ്കിലും അതുകൊണ്ട് നമുക്ക് ഇത് ബാധിക്കില്ല എന്ന് ചിന്തിച്ചാലും അല്ലെ. പക്ഷേ ഒരുപാട് ആളുകൾ ഈ ഹോട്ടൽ ഭക്ഷണത്തെ ആശ്രയിച്ച് കഴിയുന്നവരുണ്ട്. ഇപ്പം വെളിയിൽ നിന്ന് പഠിക്കാൻ വന്നവരാണെങ്കിൽ പോലും, അതുപോലെ ജോലിക്ക് വേണ്ടി വരുന്നവര്, അങ്ങനെ ചെറുകിട ഹോട്ടലുകളെ ആശ്രയിച്ച് ഒരുപാട് ആളുകളാണ് ജീവിക്കുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കിനും ഇത് വലിയൊരു പ്രശ്നമാണ്. അതെ, അവരെ എന്തായാലും ഇത് ബാധിക്കുമെന്നുള്ളതാണ്. കാരണം ഇത്രയും വലിയൊരു വിലയാണ്. 1442 എന്ന് പറയുന്നത് തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം വില കൂടി എന്നുള്ളത്. 4 മാസം കൊണ്ടാണ് ഇത്രയും വില വർദ്ധിച്ചത്. അപ്പൊ മുന്നോട്ടുള്ള സാഹചര്യത്തിൽ എത്രത്തോളം മാറും നമുക്കറിയില്ല. പിന്നെ അതുമായിട്ട് ഏപ്രിൽ 1 കഴിഞ്ഞതിന് ശേഷം ഒരു മാസം കഴിഞ്ഞപ്പോൾ 993 രൂപയാണ് ഒറ്റയടിക്ക് കൂടിയത്. അപ്പം അത് എത്രത്തോളം അല്ലേ, എത്ര വലിയൊരു വിലക്കയറ്റമാണെന്ന് നമ്മൾ കരുതേണ്ടത്. അപ്പം അത് സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിലക്കയറ്റം പട്ടികയിൽ ഏറ്റവും കൂടുതൽ വില കൂടിയത് ഏപ്രിൽ കഴിഞ്ഞിട്ടുള്ള മെയ് മാസത്തിലാണ്. അപ്പം അത് എത്രത്തോളം വലിയൊരു വിലക്കയറ്റമാണെന്നുള്ളതാണ്. അപ്പം നമ്മളെ എന്തായാലും തീർച്ചയായിട്ടും അത് ബാധിക്കും എന്നുള്ളതാണ്. നമ്മുടെ ഗാർഹിക സിലിണ്ടറിൽ അത് കൂടിയില്ലെങ്കിലും വാണിജ്യ സിലിണ്ടറിൽ കൂടിയാലും അതിലോട്ടും വരുമോ നമുക്കറിയില്ല. കാരണം അതും കൂടെ കൂടിയ സാധാരണക്കാരായ ജനങ്ങൾ പെട്ടുപോകുകയുള്ളൂ. കാരണം ഇപ്പൊ തന്നെ വലിയൊരു പ്രതിസന്ധിയിലാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് പാലിന്റെ വില കൂടി, ഇന്ധനം, അതുപോലെ പച്ചക്കറികൾ, എല്ലാത്തിന്റെയും വില കൂടുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ നിലവിലുണ്ടായി. ഇവിടെ നടക്കുന്ന ഒരു യുദ്ധത്തിന്റെ ഫലങ്ങളാണ് നമ്മളിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇലക്ഷന്റെ സമയത്ത് നമുക്ക് ഇത്രയും തോതിൽ വിലവർദ്ധനവ് കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇലക്ഷനും കൂടെ വർദ്ധിച്ചതിന് ശേഷം, ഇലക്ഷൻ കൂടെ കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിലുള്ള വിലവർദ്ധനവാണ്. അപ്പൊ കേരളം വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലോട്ട് തന്നെയാണ് പോകുന്നത്. അപ്പൊ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കേരള കൗമുദി കൊടുത്തേക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത്, വാണിജ്യ സിലിണ്ടർ വില വീണ്ടും കൂട്ടി, തീച്ചൂളയിൽ ഉരുകി ഹോട്ടൽ വ്യവസായം. അപ്പൊ 135 എണ്ണം പൂട്ടി, കൂലിയും കൂടി. അതായത് 135 ഹോട്ടലുകളാണ് പൂട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ കൂലിയും കൂടും. കാരണം അതിനനുസരിച്ച് ഭക്ഷണത്തിന്റെ വില, സാധനങ്ങളുടെ വില കൂടുമ്പോൾ തന്നെ ഹോട്ടലുകളിൽ ഭക്ഷണത്തിന്റെ വിലയും കൂടും. പിന്നെ വാണിജ്യ സിലിണ്ടറുകളുടെ കാര്യം നമ്മളിപ്പോൾ പറഞ്ഞു. അപ്പൊ ജില്ലയിൽ 1150, അതായത് കോട്ടയം ജില്ലയിൽ 1150 ഹോട്ടലുകളിൽ 135 എണ്ണം സമീപകാലത്ത് പൂട്ടിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ പൊറോട്ട മേക്കറുടെ ശരാശരി 1000 രൂപയായിരുന്ന ശമ്പളം 1500 ആയി. അപ്പം അതും വലിയൊരു പ്രതിസന്ധിയാണ്. കാരണം പൊറോട്ട എന്ന് പറയുന്നത് നമ്മൾ കൂടുതലും വിറ്റഴിക്കുന്ന ഒരു സാധനമാണ്. അപ്പം അതിന്റെ പൊറോട്ട മേക്കറുടെ ശരാശരി 1000 രൂപയിൽ നിന്നും 1500 മാറി. ഷെഫിന് 2500 രൂപ വരെ. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഒരു വിധത്തിലും അവർക്ക് ഒരു ലാഭം കിട്ടുന്ന ഒരു സാഹചര്യമല്ല. കാരണം നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടും. ഇപ്പം ഗ്യാസ് സിലിണ്ടറിനാണെങ്കിലും നല്ല രീതിയിൽ പൈസ കൊടുക്കേണ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫുഡ് ഉണ്ടാക്കുന്നവർക്കും കൂലി വർദ്ധിക്കുകയാണ്. അപ്പം എന്തായാലും ചെറുകിട വ്യവസായങ്ങളെ സംബന്ധിച്ചിടത്തോളം, ചെറുകിട ഹോട്ടലുകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിസന്ധിയാണ് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മളിപ്പം ഇത്രയും ഇങ്ങനെ സാധന സാമഗ്രികൾക്ക് വില കൂടുമ്പോൾ എന്തായാലും അവർക്ക് ഭക്ഷണത്തിന്റെയും വില, അവർ വിൽക്കുന്ന ഭക്ഷണത്തിന്റെയും വില കൂട്ടിയേ പറ്റൂ. അപ്പം വില ഒരു പരിധിയിൽ കൂടുതൽ കൂടിയാൽ ആൾക്കാർ വാങ്ങുന്നതും കുറയും. കാരണം അവർക്കത് കുഴപ്പമില്ലാതെ പോകുന്ന രീതിയിലാണെങ്കിൽ പിന്നെ അവർ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കും. പക്ഷേ ഇതിപ്പോ ഒട്ടും ലാഭം കിട്ടാതെ വരുമ്പോൾ അവർക്ക് പൂട്ടുക അല്ലാതെ വേറൊരു മാർഗ്ഗമില്ല. അതുപോലെ തന്നെ ക്ലീനിങ് സ്റ്റാഫിന് 700, അതുപോലെ സപ്ലയർമാരുടെ കൂലി 700-ൽ നിന്നും 1000 രൂപ വരെ ആക്കി. അതുപോലെ തന്നെ യൂണിഫോം, സൗജന്യ താമസം എന്നിവ കൂടി നൽകുമ്പോൾ ഉടമകളുടെ സ്ഥിതി പരിതാപകരമാണ് ശരിക്കും. അപ്പൊ എല്ലാം കൂടെ നോക്കുമ്പോഴത്തേക്കും ഹോട്ടൽ ഉടമകളെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ കഴിയില്ല. അവരുടെ ഒരു ദയനീയ അവസ്ഥ കൊണ്ടാണ് ഹോട്ടലുകൾ പൂട്ടേണ്ടി വന്നത്. അപ്പൊ 1150-ൽ നിന്ന് 135 എണ്ണം പൂട്ടി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആ സാഹചര്യം എത്രത്തോളം ദയനീയമാണെന്നുള്ളത്. എന്തായാലും അതിനെതിരെ കേരള സർക്കാർ അത്രയും അവർക്ക് പറ്റാവുന്ന രീതിയിലുള്ള നടപടികൾ എടുക്കട്ടെ എന്നുള്ളതാണ്. ഇനി മറ്റൊരു വാർത്ത എന്ന് പറയുന്നത്, ലോകകപ്പ് ഇന്ത്യയിലും തത്സമയമായിട്ട് നമുക്ക് കാണാം. കാരണം വലിയൊരു പ്രതിസന്ധി ലോകകപ്പിന്റെ പ്രക്ഷേപണമായിട്ട് ഇന്ത്യയിൽ പ്രക്ഷേപണം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അതായത് വലിയ പ്രമുഖ ചാനലുകളൊന്നും ലോകകപ്പ് എടുക്കാൻ തയ്യാറായിരുന്നില്ല. കാരണം രാത്രിയാണ്, ഒരു 2 മണി 3 മണി ആ ടൈമിലാണ് കളികൾ നടക്കുന്നത്. അപ്പോൾ ആ ടൈമിൽ ഒരിക്കലും ആൾക്കാർ ഉറക്കമുണച്ചിരുന്ന് കാണുന്നവര് അല്ലെ കുറവായിരിക്കും. അപ്പം അവർക്ക് റേറ്റിംഗും അതുപോലെ അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കണക്കുകളിൽ അവർക്ക് സംശയമുള്ളത് കൊണ്ട് തന്നെ യാതൊരു
മെയിൻ ചാനൽസും സ്റ്റാർ സ്പോർട്സ് പോലെയുള്ള മെയിൻ ചാനൽസ് ഒന്നും അത് എടുക്കാൻ തയ്യാറായിരുന്നില്ല. എന്തായാലും അതിപ്പോൾ സി ഗ്രൂപ്പിന്റെ യുണൈറ്റഡ് 8 സ്പോർട്സ് ചാനലുകൾ എന്തായാലും ആ ഒരു സംപ്രേഷണം ഏറ്റെടുത്തിട്ടുണ്ട്. അതായത് ഫുട്ബോൾ ലോകകപ്പ് മത്സരങ്ങൾ ഇനി ഇന്ത്യയിൽ തത്സമയം സംപ്രേഷണം ചെയ്യാൻ സി ഗ്രൂപ്പ് ഫിഫയുമായി കരാറിൽ ഒപ്പിട്ടിട്ടുണ്ട്. ജൂൺ 11 ആരംഭിക്കുന്ന ഫിഫ ലോകകപ്പ് മത്സരങ്ങളിൽ സി ഗ്രൂപ്പ് പുതുതായി ആരംഭിച്ച യുണൈറ്റ് 8 സ്പോർട്സ് ചാനലുകളിൽ തത്സമയം കാണാമെന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ദൂരദർശനിൽ കാണേണ്ട വരത്തില്ല എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് സി ഗ്രൂപ്പിന്റെ തന്നെ ചാനൽ തത്സമയം നമുക്ക് കാണാമെന്നുള്ളതാണ്. അപ്പം അത് സ്പോർട്സ് പ്രേമികൾക്കും അതെ വലിയൊരു സന്തോഷ വാർത്തയാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അതെ. ഇനി മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് കാലവർഷം 2 ദിവസത്തിനകം. ഇപ്പം ചെറിയ രീതിയിലുള്ള മഴ കുറച്ച് അതെ ഈയിടെയായിട്ട് കുറച്ച് കുറവുണ്ടെങ്കിൽ പോലും നല്ല രീതിയിൽ രാത്രിയൊക്കെ ആകുമ്പോൾ നല്ല രീതിയിലുള്ള മഴ അനുഭവപ്പെടുന്നുണ്ട്. അപ്പം വെള്ളിയാഴ്ച വരെ വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കു പടിഞ്ഞാറൻ കാലവർഷം 2-3 ദിവസങ്ങൾക്കകം കേരളത്തിലും തമിഴ്നാടിന്റെ ചില ഭാഗങ്ങളിലും എത്തിച്ചേരും. ശക്തമായ മഴ സാധ്യതയുള്ളതിനാൽ ബുധനാഴ്ച ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പം 2 ദിവസത്തിനകം കാലവർഷം കേരളത്തിലും അതുപോലെ തമിഴ്നാടിന്റെ ചില ഭാഗങ്ങളിലേക്ക് എത്തുമെന്നുമാണ് കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ട്. അപ്പം കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ടുകൾക്ക് അനുസരിച്ച് അവരുടെ നൽകുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെങ്കിലേ കൂടുതൽ മഴക്കാലത്ത് സംഭവിക്കാനിടയുള്ള കൂടുതൽ അപകടങ്ങൾ ഒഴിവാക്കാൻ കഴിയുകയുള്ളൂ. അതെ, എല്ലാ സ്ഥലത്തും യെല്ലോ ഓറഞ്ച് അലർട്ടുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ യെല്ലോ ഓറഞ്ച് അലർട്ട് എന്ന് പറയുമ്പോൾ അതിശക്തമായ മഴ എന്ന് തന്നെ ആണ് പറയുന്നത്. അപ്പോൾ അത് നല്ല രീതിയിലുള്ള ഇടിയും മിന്നലും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പം അതിനെല്ലാം ജാഗ്രത പാലിക്കണമെന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേരളം ചർച്ച ചെയ്യുന്ന ഒരു വാർത്തയാണ് നമ്മുടെ 1.5 വയസ്സുകാരന്റെ കൊലപാതകം എന്ന് പറയുന്നത്. അപ്പം അതിൽ പ്രതിയായിട്ടുള്ള അഷ്കറിനെതിരെ പട്ടികജാതി അതിക്രമ നിരോധന വകുപ്പും ചുമത്തിയിരിക്കുകയാണ്. അതായത് 1.5 വയസ്സുകാരൻ അർഷിദിനെ ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾക്കെതിരെ കുരുക്ക് മുറുകുന്നു എന്നുള്ളതാണ്. 1-ാം പ്രതി അഷ്കറിനെതിരെ പട്ടികജാതി അതിക്രമ നിരോധന വകുപ്പ് കൂടി ചുമത്തും. കുഞ്ഞിന്റെ പിതാവ് പരേതനായ എസ് അഖിലും മാതാവും കേസിലെ 2-ാം പ്രതിയുമായ അഖില ചന്ദ്രനും പട്ടികജാതിക്കാരായതിനാൽ ഈ വകുപ്പ് കൂടി ചുമത്താൻ പോലീസ് നടപടികൾ ആരംഭിച്ചു. രക്ഷിതാക്കളുടെ ജാതി സർട്ടിഫിക്കറ്റിനായി തഹസിൽദാർ കത്ത് നൽകിയിട്ടുണ്ട്. കൊലപാതകം, ജുവനൈൽ ജസ്റ്റിസ് നിയമം എന്നിവയ്ക്ക് പുറമെയാണ് SC/ST വകുപ്പുകൾ കൂടി ചുമത്തുന്നത് എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഈ ഒരു വകുപ്പ് കൂടി ചുമത്തുമ്പോൾ എന്തായാലും കുരുക്കുകൾ മുറുകുമെന്ന് വേണം കരുതാൻ, അല്ലേ? ഇത്തരത്തിലുള്ള ഒരുപാട് വകുപ്പുകൾ ചുമത്തി അവർക്ക് എന്തായാലും കൃത്യമായിട്ടുള്ള ഒരു ഏറ്റവും അതിന്റെ അങ്ങേയറ്റത്തുള്ള ശിക്ഷാ നടപടികൾ തന്നെ നിയമവ്യവസ്ഥ നൽകണമെന്നുള്ളത് തന്നെയാണ് കേരളത്തിലെ എല്ലാവരും ആഗ്രഹിക്കുന്നത്. കാരണം അത്രയ്ക്കും പൈശാചികമായൊരു കൃത്യം തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. സ്വന്തം അമ്മയ്ക്ക് ഒരു കുഞ്ഞിനോട് എങ്ങനെ ഇതുപോലെ ക്രൂരമായിട്ട്, രണ്ടാനച്ഛൻ എന്നുള്ള നിലയിൽ അയാളുടെ ഒരു നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ സ്വന്തം അമ്മ ഇങ്ങനെ ഇത്തരത്തില് കുഞ്ഞിനെ ദ്രോഹിച്ചു എന്നൊരു വലിയൊരു, അല്ലെങ്കിൽ ആ ഒരു രണ്ടാനച്ഛൻ ആ കുഞ്ഞിനെ ദ്രോഹിക്കുമ്പോൾ അതിനൊരു മൗനാനുവാദം നൽകി എന്നുള്ളത് വളരെ 52 പാടുകൾ എങ്ങാണ്ടായിരുന്നു ആ കുട്ടിയുടെ ദേഹത്തുണ്ടായിരുന്നത്. അത് നമ്മള് ഇൻസ്റ്റയിലൊക്കെ കണ്ടിരുന്നു. അത് ഭയങ്കരമായിട്ടും 2 കൈയും ഒടിഞ്ഞ് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അപ്പം എങ്ങനെ അതിനൊക്കെ സാധിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതിന് കൃത്യമായിട്ട് ഏറ്റവും വലിയ ശിക്ഷാ നടപടി തന്നെ അവർക്ക് കിട്ടണമെന്ന് തന്നെയാണ് കേരളത്തിലുള്ള എല്ലാവരും ആഗ്രഹിക്കുന്നത്. അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ എന്നുള്ളതാണ്. നിയമവ്യവസ്ഥയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയും. പക്ഷേ ജനരോക്ഷം എന്ന് പറയുന്നത് അവർക്ക് വധശിക്ഷ തന്നെ നൽകണമെന്നുള്ള രീതിയിലാണ് ജനങ്ങൾ രോക്ഷം പ്രകടിപ്പിക്കുന്നത്. പക്ഷെ എന്നാലും കൃത്യമായൊരു ശിക്ഷ തന്നെ അവർക്ക് അർഹിക്കുന്ന ഒരു ശിക്ഷ തന്നെ കൊടുക്കണം. എങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള നടപടികൾ ഇനി ഉണ്ടാകാതിരിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും ഇത് കേരളത്തിൽ തന്നെ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെ വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവം തന്നെയായിട്ട് വേണം നമ്മൾ കരുതാൻ. ഇനി മറ്റൊരു വാർത്ത എന്ന് പറയുന്നത്, ടൂർ പോകാൻ വീട് കുത്തി തുറന്ന മോഷണം, 3 പേർ പിടിയിൽ. അതായത് ടൂർ പോകാനായി വീട് കുത്തി തുറന്ന് 75,000 രൂപയും 3 പവൻ സ്വർണവും കവർന്ന കൗമാരക്കാരടക്കം 3 പേരെ കാഞ്ഞിരപ്പള്ളി പോലീസ് പിടികൂടി. അതായത് നമ്മൾ നേരത്തെ പറയുന്നത് കുട്ടികളാണ് ഇപ്പം കൂടുതൽ ആക്രമണങ്ങൾക്ക് പോകുന്നത്. കടുവന്താനം കൊട്ടപ്പറമ്പിൽ വീട്ടിൽ അജിത് 19 വയസ്സ്, പ്രായപൂർത്തിയാകാത്ത 2 പേർ എന്നിവരാണ് അറസ്റ്റിലായത്. മെയ് 24 പുലർച്ചെ 12ഓടെ കാഞ്ഞിരപ്പള്ളി ആനക്കല്ല് പൊടിമറ്റം ആന്റണി ജോസഫിന്റെ വീട്ടിലായിരുന്നു മോഷണം. കാരണം 19 വയസ്സേ ഉള്ളൂ. അപ്പൊ അവരുടെയൊക്കെ ഒരു മെന്റാലിറ്റി എന്താണെന്നുള്ളത് ചിന്തിച്ച് നമുക്ക് മനസ്സിലാകും. കുടുംബാംഗങ്ങൾ ബംഗളൂരിലെ ബന്ധുവീട്ടിലേക്ക് പോയ സമയത്തായിരുന്നു കവർച്ച. കാറിലെത്തിയ സംഘം മുഖംമൂടിയും പർദ്ദയും ധരിച്ച വീടിന്റെ മുൻവാതിൽ കുത്തി തുറന്നാണ് അകത്ത് പ്രവേശിച്ചത്. വീട്ടുകാർ മടങ്ങിയെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. തുടർന്ന് കാഞ്ഞിരപ്പള്ളി പോലീസ് പരാതി നൽകി CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചാണ് പ്രതികളെ പിടികൂടിയത്.
19 വയസ്സേ ആയിട്ടുള്ളൂ എന്നുള്ളതാണ്. ഇപ്പം അപ്പോഴേ ബാക്കി രണ്ടുപേർക്ക് പ്രായപൂർത്തിയായിട്ടില്ല. മിക്കവാറും ആ 19 വയസ്സുള്ള പയ്യനായിരിക്കും ഇതിന്റെ ഹെഡ് എന്ന് പറയുന്നത്. എന്തായാലും ടൂർ പോകാൻ വേണ്ടി വീട് കുത്തി തുറന്ന് മോഷണം എന്നൊക്കെ പറയുന്നത് നമ്മൾ അത് തമാശയായിട്ട് പറയുമെങ്കിലും അല്ലെ, ഒരു ടൂർ പോകാൻ വേണ്ടി ഒരു വഴി തേടുമ്പോ ആദ്യത്തെ വഴിയായിട്ട് അവർ തിരഞ്ഞെടുക്കുന്നത് മോഷണം ആണെന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഒരു നേരത്തെ പറഞ്ഞ ലഹരിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന പോലെ തന്നെ ഓരോരുത്തർക്കും ഓരോ ഇതാണ് മോഷണം നടത്താൻ ഓരോ കാരണങ്ങൾ. അപ്പൊ ഇവരുടെയൊക്കെ ഈ പ്രായത്തിൽ ഇങ്ങനെ ഇവർ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ മുന്നോട്ടുള്ളത് എന്തായാലും ഈ ഒരു ചെറിയ കാര്യത്തിൽ തന്നെ അവർ മോഷണമാണ് തിരഞ്ഞെടുത്തതെങ്കിൽ കുറച്ചുകൂടെ വലിയ കാര്യം വരുമ്പോൾ അവര് ചിലപ്പോ എന്തൊക്കെ തിരഞ്ഞെടുക്കും എന്നുള്ളതാണ്. അപ്പം ഇത് തീർച്ചയായിട്ടും ഇത് കുട്ടികളാണ്, അവർക്ക് അല്ലെ, അവരെ ഇപ്പോഴും കുട്ടികൾ തന്നെയാണ്, അവരെ നേർവഴിക്ക് നടത്തുക എന്നുള്ളത്. നമുക്ക് ഇതിന് അത്രയും ശിക്ഷയും കൊടുക്കാൻ പറ്റില്ല, പ്രായപൂർത്തിയാകാൻ. ജുവനൈൽ നിയമപ്രകാരം ഒക്കെ ആയിരിക്കും അവർക്കുള്ള ശിക്ഷാ നടപടികൾ. തീർച്ചയായിട്ടും അവരെ നേർവഴിക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള കൗൺസിലിംഗ് പോലെയുള്ള അല്ലെ കാര്യങ്ങൾ നൽകി അവരെ കുറച്ചുകൂടി നേർവഴിക്ക് കൊണ്ടുവരിക. കാരണം ഇനിയും അവർക്ക് സമയമുണ്ട്, കാരണം അവര് പ്രായപൂർത്തി ആയിട്ടില്ല, അല്ലെങ്കിൽ ഒരാൾക്ക് പ്രായപൂർത്തി ആയതേ ഉള്ളൂ. അപ്പം അവരെ എത്രയും പെട്ടെന്ന് തന്നെ നേർവഴിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. മറ്റൊരു വാർത്ത എന്ന് പറയുന്നത്, നമ്മള് യുദ്ധത്തിന്റെ കാര്യം പറഞ്ഞു, അത് നമ്മുടെ കേരളത്തിലും എഫക്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞു. അപ്പം അതിന്റെ ഭാഗമായിട്ട് ബാബൽ മദബിലും കപ്പൽ തടയാൻ ഇറാൻ, ഇപ്പൊ ഹോർമുസ് കടലിടുക്കിലെ കാര്യങ്ങൾ നമുക്കറിയാം, വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ്. അതുകൊണ്ട് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഹോർമുസ് പൂർണ്ണമായും അടയ്ക്കും. അതായത് ഹോർമുസ് കടലിടുക്കിന് പിന്നാലെ ലോകത്തെ 4ാമത്തെ വലിയ ഷിപ്പിംഗ് ടൂറായ ബാബൽ മദബ് കടലിടുക്കും ഉപരോധം തീർക്കാൻ ഇറാന്റെ തീരുമാനം. ബാബൽ മദബ് കടലിടുക്ക് കപ്പലുകളെ ആക്രമിക്കാൻ സഖ്യകക്ഷിയായ യമനിലെ ഹൂതികൾക്ക് ഇറാൻ നിർദ്ദേശം നൽകിയെന്നാണ് സൂചന. അപ്പം യമനിലെ ഹൂതികൾക്ക് ഇപ്പോൾ ഓൾറെഡി തന്നെ നിർദ്ദേശം അവർ നൽകി കഴിഞ്ഞുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പം ഇവിടെ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്ന ആക്രമിക്കാൻ വരുന്നത്, ഇപ്പോൾ അമേരിക്ക ഇസ്രായേൽ അടക്കമുള്ള സഖ്യകക്ഷികൾക്കെതിരായിട്ട് യുദ്ധത്തിന് വീണ്ടും ഒരു ആ കടലിടുക്കിലൂടെ കപ്പലുകൾ കടക്കാതിരിക്കാനാണ് ഇറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഹോർമസ് കടലിടുക്ക് തന്നെ അടയ്ക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ നമ്മളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ പുറമെയാണ് ഇപ്പോൾ അടുത്ത ഒരു പ്രശ്നം കൂടെ വരുന്നത്. ഇത് എന്തായാലും ഇറാനും വിട്ടുകൊടുക്കാൻ ഒരുക്കമല്ല. ഇപ്പം ഇസ്രായേൽ ആണെങ്കിലും ലെബനില് വീണ്ടും ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് ഏതെങ്കിലും ഒരാൾ മുന്നിട്ട് ഇറങ്ങി ഇതിനൊരു അന്ത്യം കൊണ്ടുവന്നാൽ മാത്രമേ ഈ യുദ്ധം നിൽക്കൂ. അപ്പം ട്രംപ് ആണെങ്കിൽ ഓരോ ദിവസവും ഓരോ മൈൻഡാണ്. പുള്ളിക്ക് രാവിലെ എണീക്കുമ്പോൾ തോന്നുന്ന പോലെയാണ് യുദ്ധത്തെ കുറിച്ച് പുള്ളി പരാമർശം നടത്തുന്നത്. അപ്പോ പുള്ളി ഇനി നോക്കിയിട്ട് കാര്യമില്ല അല്ലെ, കാര്യമില്ല എന്ന് വേണം പറയാൻ. അപ്പൊ ബാക്കിയുള്ള ആൾക്കാർ വേണം ഇനി ഒന്ന് ഇറങ്ങി ഇതൊന്ന് പരിഹരിക്കാൻ. പക്ഷെ ഇറാൻ പറയുന്നതിനകത്ത് അവർക്ക് അവരുടെ രാജ്യത്തെ സംരക്ഷിക്കാനുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നത്. പക്ഷെ ട്രംപ് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലാത്ത ഒരു അവസ്ഥയിലോട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇത് ഇന്ത്യയെ ബാധിക്കും എന്നുള്ള തരത്തിലൊരു വാർത്തയുണ്ട്. അതായത് കടലിലൂടെ കയറ്റുമതി ചെയ്യുന്ന എണ്ണയുടെ 12% കടന്നു പോകുന്നത് ചെങ്കടലിനെയും ഏതൻ ഉൾക്കടലിനെയും ബന്ധിപ്പിക്കുന്ന ബാബൽ മദബ് വഴിയാണ്. അപ്പം ഏഷ്യയ്ക്കും യൂറോപ്പിനും ഇടയിൽ സൂയസ് കനാൽ വഴിയുള്ള എണ്ണവാതക വ്യാപാരം നിലയ്ക്കും. ഇന്ത്യയെ അടക്കം ഗുരുതരമായി ബാധിക്കും. നിലവിലെ ഊർജ്ജ പ്രതിസന്ധിയും രൂക്ഷമാകും. അപ്പൊ നിലവിൽ ഇപ്പൊ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പൊ നമ്മൾ പറഞ്ഞു. വാണിജ്യ സിലിണ്ടറിന്റെ വില കൂടും, അതുപോലെ ഗാർഹിക സിലിണ്ടറിന്റെ വില കൂടാം, അതുപോലെ പച്ചക്കറികൾ, സാധനങ്ങൾ എല്ലാത്തിന്റെയും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു പ്രതിസന്ധിയെയും കൂടി അതിജീവിക്കാനുള്ള ഒരു കരുത്ത് നമുക്ക് ഉണ്ടോ എന്ന് നമുക്ക് അറിയില്ല. കാരണം അതിനനുസരിച്ചുള്ള മാർഗങ്ങൾ നമ്മൾ കണ്ടെത്തേ മതിയാകും. കാരണം നമ്മുടെ പാചകവാതകം എന്നുള്ള അതാണ് മെയിനായിട്ടും. ഇത്തരത്തിലുള്ള പശ്ചിമേഷ്യയിലൊക്കെ യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള വലിയ പ്രത്യാഘാതങ്ങൾ ലോകമെമ്പാടും ഉണ്ടാകും എന്നുള്ളതാണ് അല്ലെ. കാരണം പശ്ചിമേഷ്യയിൽ നിന്നാണ് നമ്മുടെ പാചകവാതകം തുടങ്ങിയ സമയത്ത് ആളുകൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല നമ്മളെ ഇത്തരത്തിൽ ബാധിക്കുമെന്ന്. അത് നമ്മളൊക്കെ വിചാരിച്ചിരുന്നു ഇതങ്ങ് പശ്ചിമേഷ്യയിലല്ലേ, അവിടെ ഉണ്ടായാൽ എന്താണ്, നമുക്ക് പാചകവാതകം അല്ലെങ്കിൽ റഷ്യ തരും, അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ ഈ പ്രതിസന്ധി ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പാണ് റഷ്യയുമായിട്ടുള്ള കരാറ്, അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തെ തുടർന്ന് ഇന്ത്യ നിർത്തിയത്. പക്ഷെ അതെല്ലാം വലിയൊരു പ്രശ്നത്തിലോട്ട് കാണുന്നു. പക്ഷെ ഇറാനുമായിട്ട് അത്രയും വലിയ പ്രശ്നങ്ങളില്ല. കാരണം ഇന്ത്യയുടെ കപ്പലുകൾ കയറ്റി വിടുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ഇവിടെ രൂക്ഷമായിട്ടിരിക്കുകയാണ് പ്രതിസന്ധി എന്ന് പറയുന്നത്. ഇനി മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ മുരളീധരൻ, ആരോഗ്യ ദേവസ്വം വകുപ്പുകളുടെ ചുമതലയുള്ള മുരളീധരൻ മന്ത്രി നടപ്പിലാക്കിയ ഒരു പദ്ധതിയെ കുറിച്ചാണ്. അതായത് ചോദ്യങ്ങൾ വാട്സപ്പ് ചെയ്യൂ, മന്ത്രി കെ മുരളീധരൻ നിങ്ങളെ വിളിക്കുമെന്നുള്ള ഒരു വാർത്തയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. അതായത് നാളെ വൈകിട്ട് 5 വരെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ അയക്കാം. തിരഞ്ഞെടുക്കപ്പെടുന്ന 10 പേരെ മന്ത്രി നേരിട്ട് വിളിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്നുള്ളതാണ്. നമ്പരും ഈ ഒരു വാർത്തയുടെ കൂടെ മലയാള മനോരമയിൽ ഈ ഒരു വാർത്തയിൽ കൊടുത്തിട്ടുണ്ട്. അതായത്
അതായത് സംസ്ഥാന സർക്കാരിലെ മന്ത്രിമാരുമായി ജനങ്ങൾക്ക് സംവദിക്കാൻ അവസരമൊരുക്കി മലയാള മനോരമ സംഘടിപ്പിക്കുന്ന ക്യാബിനറ്റ് കണക്റ്റിൽ മന്ത്രി കെ മുരളീധരൻ മനോരമ വായനക്കാരെ നേരിട്ട് വിളിക്കും. മന്ത്രിയുമായി നേരിട്ട് സംസാരിക്കാൻ താല്പര്യമുള്ളവർക്ക് ആരോഗ്യം, ദേവസ്വം എന്നീ വകുപ്പുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താമെന്നും ഈ ഒരു ഇതിൽ കുറിപ്പിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ മലയാള മനോരമ പത്രം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്പർ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ആരോഗ്യ വകുപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ കാണും അല്ലേ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളുടെ താലൂക്ക് തലത്തിലോ നിങ്ങളുടെ പഞ്ചായത്ത് തലത്തിലോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മന്ത്രി കെ മുരളീധരനെ നേരിട്ട് വിളിക്കാം. അപ്പം നമ്പർ കൊടുത്തിട്ടുണ്ട്. തിരഞ്ഞെടുക്കപ്പെടുന്ന 10 പേരെ പുള്ളി ഇങ്ങോട്ട് തിരിച്ചു വിളിക്കും എന്നാണ് പറയുന്നത്. എന്തായാലും മന്ത്രിയോട് നേരിട്ട് വിളിച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ പറയാം. ഇത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. വിളിക്കുമെന്ന് വിളിക്കും. അതെ, 10 പേരെ ആയിരിക്കും അവർ സെലക്ട് ചെയ്യാന്നാണ് പറയുന്നത്. അതെ, നമുക്ക് പുള്ളിയുടെ അടുത്ത് നേരിട്ട് ഇനി കാര്യങ്ങൾ പറയാനുള്ളതാണ്. അപ്പൊ ഇനി ബിസിനസ് വാർത്തകളിലേക്ക് കടന്നാൽ, ബിസിനസ് വാർത്തകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് അവസാന റൗണ്ട് വ്യാപാര ചർച്ചകൾക്കായി US സംഘം ഇന്ത്യയിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യ US അവസാന റൗണ്ട് വ്യാപാര ചർച്ചകൾക്കായി US സംഘം ഇന്ത്യയിൽ വന്നിരിക്കുന്നു. 3 ദിവസം നീണ്ടു നിൽക്കുന്ന ചർച്ച ഇന്ന് ആരംഭിക്കും. US ചീഫ് നെഗോഷിയേറ്റർ ബ്രണ്ട്ലിൻ ലിഞ്ചിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇന്ത്യയിൽ എത്തുന്നത്. ചർച്ചകൾ വിജയകരമായി പൂർത്തിയാക്കിയാൽ വ്യാപാര കരാറിന്റെ ആദ്യഘട്ടമാണ് ഇതിനുശേഷം ഒപ്പിടുക. ആദ്യഘട്ടത്തിലുള്ള മിക്ക കാര്യങ്ങളും അന്തിമമാക്കിയതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ചില കുത്തും കോമയും മാത്രമാണ് ഇനി അന്തിമമാക്കാനുള്ളതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇപ്പം ഇന്ത്യൻ US വ്യാപാര കരാർ എന്ന് പറയുന്നത് ഇപ്പം ഈ ഒരു സിറ്റുവേഷനിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജിയോ പൊളിറ്റിക്കൽ ഇൻസിഡന്റ് തന്നെയാണ്. അപ്പം എന്തായാലും ഇതിന്റെ അവസാനഘട്ട ചർച്ചകൾക്കായിട്ട് US സംഘം ഇപ്പോൾ ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു കരാർ നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യക്കും US തമ്മിലുള്ള തിരുവയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് റെസ്ട്രിക്ഷനുകൾ നീങ്ങും എന്നുള്ളതാണ് ആൾക്കാർ നോക്കി കാണുന്നത്. എത്രത്തോളം വിജയിക്കുമെന്ന് തീർച്ചയായിട്ടും യുഎസിനെ പോലൊരു രാജ്യം എന്ന് പറയുമ്പോൾ അവർ തീർച്ചയായിട്ടും അവരുടെ അല്ലെങ്കിൽ അവരുടെ നേട്ടത്തിന് വേണ്ടിയിട്ടായിരിക്കും അവർ കൂടുതൽ. മോദി അതിനൊപ്പം നിൽക്കാതിരുന്നാൽ, കാരണം ഇന്ത്യയുടെ നേട്ടത്തിന് വേണ്ടിയിട്ട് കൂടെ പരിശ്രമിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ തരണം ചെയ്യാൻ കഴിയുകയുള്ളൂ. അതെ. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് സ്പോർട്സ് വാർത്തകളിലേക്ക് നോക്കാം. അപ്പൊ നമുക്കറിയാം സ്പോർട്സ് വാർത്തകളിൽ ഒരേ ഒരു വാർത്തയേ ഉള്ളൂ. ഇന്നലെ RCB ജയിച്ചു എന്നുള്ള വാർത്ത തന്നെയാണ്. അപ്പം ഇന്ന് അതിന്റെ ഒരു വിശകലനം പോലെയാണ് കൊടുത്തിരിക്കുന്നത് മലയാള മനോരമയില്. അതായത് RCBയുടെ പഞ്ച് തന്ത്രം എന്നുള്ള ഒരു തലക്കെട്ടോടെയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് പട നയിക്കാൻ രാജാവ് ഉണ്ടെങ്കിലും സാമ്രാജ്യങ്ങൾ വെട്ടിപ്പടിക്കാൻ ഉശിരുള്ള പടയാളികൾ ആവശ്യമാണെന്ന അടിസ്ഥാന യുദ്ധതന്ത്രം മനസ്സിലാക്കാൻ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് ഏറെ കാലമെടുത്തു എന്നുള്ളതാണ്. വിരാട് കോഹ്ലി എന്ന വൻമരത്തിന്റെ തണലിൽ മുന്നേറാനോ സൂപ്പർ താരങ്ങളെ നിരത്തിയാൽ കപ്പ് ഉയർത്താമെന്ന വ്യാമോഹം ഉപേക്ഷിച്ചതിന്റെ ഫലം കൂടിയാണ് തുടർച്ചയായ 2 സീസണിലും അവർ നേടിയെടുത്ത IPL കിരീടം. രാജാവായി കോഹ്ലി വാഴുമ്പോൾ തന്നെ പട നയിക്കാനായി രജിത് പട്ടേദാറിനെ നിയമിക്കാനും മിടുക്കരായ പടയാളികളെ പാളയത്തിൽ എത്തിക്കാനും ബംഗളൂരുവിന് സാധിച്ചു. IPL-ൽ കിരീടം നിലനിർത്തുന്ന 3ാമത്തെ ടീമെന്ന നേട്ടത്തിലേക്ക് ബംഗളൂരുവിനെ എത്തിച്ച തന്ത്രങ്ങൾ ഇവയാണെന്നുള്ളതാണ്. അപ്പം മുംബൈയും ചെന്നൈയും ഇത്തരത്തില് 2 തവണ കണ്ടിന്യൂസ് ആയിട്ട് കിരീടം നേടിയിരുന്നു. അപ്പൊ ആ പട്ടികയിലേക്കാണ് ഇപ്പോൾ RCB നിൽക്കുന്നത്. അപ്പം അതിൽ പ്രധാനപ്പെട്ടതായിട്ട് ഒരു പറയുന്നത് കോഹ്ലി എന്ന് പറയുന്ന ഒരു വലിയ താരത്തിനെ മാത്രം ചുറ്റിപ്പറ്റി അല്ല ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. കോഹ്ലിയോടൊപ്പം അല്ലെങ്കിൽ കോഹ്ലിയേക്കാൾ പ്രഗത്ഭരായിട്ടുള്ള പുതിയ ആൾക്കാർ RCB-യിലേക്ക് വന്നു. അവരുടെ ഒരു ടീമായിട്ടുള്ള ഒരു പ്രവർത്തനം മൂലമാണ് ഇപ്പോൾ RCB കളിയിലുടനീളം അല്ലെങ്കിൽ IPL ഒരു കളികളിലുടനീളം അവർ ആ ഒരു തുടർച്ചയായിട്ടുള്ള ഒരു ഫോം നിലനിർത്തിയതിന്റെ ഫലമാണ് ഇപ്പോൾ അവർക്ക് തുടർച്ചയായിട്ടുള്ള ഈ 2ാം കപ്പ് അവർക്ക് നേടിയെടുക്കാൻ സാധിച്ചതെന്ന് വേണം പറയാൻ. ഇപ്പം നമുക്കറിയാം ക്യാപ്റ്റൻ ഇപ്പോൾ കോഹ്ലി അല്ല, രജിത് പട്ടേദാറാണ്. അപ്പൊ അത് തന്നെ ഒരു വലിയൊരു മാറ്റത്തിന്റെ തുടക്കം തന്നെയാണ്. അദ്ദേഹം നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. അതെ, RCB-യിൽ കൃത്യമായിട്ട് പ്ലാനിങ്ങുകൾ നടത്തി ഫീൽഡിങ്ങും കാര്യങ്ങളും. ഗുജറാത്തിന്റെ പരാജയത്തിന് കാരണം അതാണ്, ക്യാപ്റ്റൻസിയിൽ വലിയൊരു കാരണം അവര് സ്വാഭാവികമായിട്ട് കളിച്ചിരുന്ന രീതിയിൽ നിന്ന് മാറി ഫൈനൽ എത്തിയപ്പോൾ അവരുടെ രീതിയിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയതുകൊണ്ടാണ് ഗുജറാത്ത് പരാജയം നേരിട്ടത്. കാരണം ഗുജറാത്ത് പോലെ ഒരു ടീമിനെ ആ സിറ്റുവേഷനിൽ തോൽപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. കാരണം അവർ അത്രയും ഫോമിലാണ് IPL-ൽ കളിച്ച് ജയിച്ചു വന്നത്. ഇപ്പം ഗില്ലാണെങ്കിലും സായ് സുദർശൻ ആണെങ്കിലും ഫൈനലിന് മുമ്പുള്ള എല്ലാ മത്സരങ്ങളിലും നല്ല രീതിയിൽ പെർഫോം, സെഞ്ചുറി വരെ അടിച്ചിട്ടും ലാസ്റ്റ് ആയപ്പോഴത്തേക്കിനും അവർക്ക് കയ്യിൽ നിന്ന് പോയി. അതെ. ഇനി മറ്റൊരാളെ നമുക്ക് ഒരിക്കലും IPL കഴിയുമ്പോൾ നമുക്ക് മറക്കാൻ കഴിയില്ല. അതാണ് വൈഭവ് സൂര്യവംശി. വൈഭവ് സൂര്യവംശിയുടെ ടീം കപ്പടിച്ചില്ലെങ്കിലും അദ്ദേഹത്തിന്റെ നേട്ടങ്ങളെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതിഭയോ നമുക്ക് ഒരിക്കലും കുറച്ച് കാണാൻ പറ്റില്ല അല്ലേ. ഒരുപാട് അവാർഡുകൾ. അതെ, ഇന്നലെ ഏകദേശം എല്ലാ അവാർഡുകളുടെ തുക
രൂപയും കൂടെ ചേർത്ത് 45 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന് ഒറ്റ മത്സരത്തിലല്ല ഈ IPL കഴിയുമ്പോൾ കിട്ടുന്നത്. അതെ, 45 ലക്ഷം രൂപയും ഒരു ടാറ്റയുടെ ഒരു കാറുമാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അപ്പൊ വെറും 15-16 വയസ്സുള്ള ഒരു പയ്യൻ അത് മാത്രമല്ല വേറെ ട്രോളും വന്നായിരുന്നു. അതായത് ഇപ്പൊ IPL കഴിഞ്ഞല്ലോ, ഇനിയിപ്പം നേരെ സ്കൂളിലേക്കായിരിക്കും പ്രവേശനോത്സവം ആയിട്ട് പുള്ളി നേരെ സ്കൂളിലേക്ക് ബാഗ് ഒക്കെ തൂക്കി പോകുന്ന ഒരു ട്രോളൊക്കെ വന്നായിരുന്നു. അപ്പം എന്തായാലും ഈ ഒരു വൈഭവം എന്ന് പറയുന്നത് ഇനിയിപ്പോ ഇന്ത്യൻ ടീമിലെ ഒഴിച്ചുകൂടാനാവാത്തൊരു താരം തന്നെ ആയിരിക്കും. ഇനിയിപ്പോ നമുക്കിനി അല്ലെങ്കിൽ ഒരു 10 വർഷം, ഒരു 15 വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു സച്ചിൻ ധോണി ലെവലിലേക്കൊക്കെ തീർച്ചയായിട്ടും എത്താൻ സാധ്യതയുള്ള ഇത്രയും മികച്ച രീതിയിൽ പ്രകടനം നടത്തുന്നത്. അതെ, എങ്ങനെയൊക്കെയാ 6 അടിക്കുന്നതെന്ന് പുള്ളിക്ക് പോലും അറിയാത്തൊരു സിറ്റുവേഷൻ ആണ്. ബൗളിംഗിൽ പോലും അതുപോലും മൈൻഡ്, കാരണം എല്ലാരും പേടിക്കുന്നതാണ്, പക്ഷെ എന്നിട്ട് അതുപോലും മൈൻഡ് ആക്കാതെയാണ് അടിക്കുന്നത്. ബുംറയുടെ ഫസ്റ്റ് ബോൾ തന്നെ 6 അടിച്ചപ്പോ തന്നെ പുള്ളിക്ക് ബുംറ ആണോ ബോളർ ചെയ്യുന്നത്, കാരണം ബാക്കി താരങ്ങൾക്ക് ഒരു ടെൻഷൻ ഉണ്ട് ബുംറ ബോൾ എറിയുമ്പോ, പക്ഷെ ഇതൊന്നും ഇല്ല. 15 വയസ്സായതുകൊണ്ടായിരിക്കാം പുള്ളിക്ക് ഇത്രയും കൂളായിട്ട് കളിക്കാൻ പറ്റുന്നത്. എന്തായാലും ഇതൊക്കെയാണ് സ്പോർട്സിലെ പ്രധാനപ്പെട്ട വാർത്തകൾ. അപ്പൊ എന്തായാലും നമ്മള് ഒട്ടുമിക്ക കവർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇന്ന് കേരളത്തിലുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ, പ്രമുഖ പത്രങ്ങളിലെ വാർത്തകൾ എന്ന് പറയുന്നത്. എന്തായാലും പ്രവേശനോത്സവമായിരുന്നു ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സ്കൂളുകൾ തുറന്ന് കുട്ടികൾ പ്രവേശിച്ചു എന്നുള്ളത് തന്നെയായിരുന്നു പ്രധാനപ്പെട്ട കേരളത്തിലെ വാർത്ത എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മറ്റു വാർത്തകളുമായിട്ട് നാളെ കാണാം.